ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പോക്കറ്റ് എഡിഷനാണ്. ഈ ഗെയിം ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 16 കൊല്ലമായി. ഞാൻ ഇതുവരെ മര്യാദക്ക് ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ ഗൈസ്, ഇന്ന് നമുക്ക് ഇവിടെ വെച്ചൊരു പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു വേൾഡിൻ്റെ നെയിം ഞാൻ എന്തായാലും സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസ്. ഓക്കെ ഗൈസ്, ആർക്കെങ്കിലും എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീഡ് ഇതാണ്, ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് നേരെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഗൈസ്, ഈ ഒരു സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 1 ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. സോ നമ്മുടെ വേൾഡ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഞാനിവിടെ എൻ്റെ വേൾഡിലേക്ക് കയറിയിട്ടുണ്ട്. സോ ഒരു പ്ലെയിൻസ് ഫോറസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഞാൻ ഫസ്റ്റ് വുഡ് ഇവിടെ എടുക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് എൻ്റെ വേൾഡിലെ ഫസ്റ്റ് വുഡ്. സോ ബാക്കിയുള്ള വുഡും കൂടി നമുക്ക് മൈൻ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ഗോൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ വളരെ സ്ലോ ആയിട്ടേ കളിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ഞാൻ കളിച്ച പോലെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഡെഡ് ആവും. സോ ഞാൻ എന്തായാലും ഈ ഒരു സീരീസ് വളരെ സ്ലോ ആയിട്ട് ഫ്രണ്ടോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വുഡ് കിട്ടിയത് 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ 10 വുഡ് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് 10 വുഡ് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഈ എപ്പിസോഡിൻ്റെ ഗോൾസ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല വീണ്ടും. ഓക്കെ, ഈ ഒരു എപ്പിസോഡിൻ്റെ ഗോൾസ് സിമ്പിളാണ്. നമുക്ക് ഫസ്റ്റ് നൈറ്റ് ഒന്ന് സർവൈവ് ചെയ്യുക, പിന്നെ ഒരു സിമ്പിൾ വീറ്റ് ഫാം ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ ഒരു മെയിൻ ഗോളെന്ന് പറയാമെന്നറിയില്ല. ഗോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പറിൻ്റെ കംപ്ലീറ്റ് ആർമറാണ് ഗൈസ്. ആർമർ മാത്രം മതി. അപ്പോൾ ഗൈസ്, ഞാനിവിടെ എന്തായാലും നമ്മുടെ മെയിൻ വുഡൻ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള വുഡൻ ടൂൾസ് ഞാനിവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, ഇതേ ഗൈസ്, എൻ്റെ ലക്കിന് ഇവിടെ ഒരു ഷീപ്പ് നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇവനെ അങ്ങ് തീർക്കാം. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്യാനുള്ള ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ നിറച്ച് ഓഷ്യനാണെന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് പിക്ക് ചെയ്തിട്ട് ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം. എനിക്ക് ഈ ഒരു പ്ലെയിൻസി ലീവ് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ ഫോറസ്റ്റ് ഇഷ്ടമല്ല. സോ ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരു 20 സ്റ്റോൺ എടുക്കുന്നുണ്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാക്കാനായിട്ട്. സോ ഞാൻ ഒരു 20 സ്റ്റോൺ എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ 20 സ്റ്റോൺ എടുത്തിട്ടുണ്ട്. സോ എൻ്റെ ലക്കിന് വീണ്ടും ഇവിടെ ഒരു ഷീപ്പ് സ്പോണായി ഗൈസ്. ഈ ഒരു സീരീസ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു ഊഹമല്ല ഗൈസ്, എന്തായാലും നന്നായിട്ട് ഫ്രണ്ടോട്ട് പോകും. സോ ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്റ്റോൺ ടൂൾസ് ഉണ്ടാകാം. ഫസ്റ്റ് തന്നെ ഒരു പിക്കാക്സ് കേസ്, നമുക്ക് നമ്മുടെ പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം ഗൈസ്. ഞാൻ എപ്പോഴും ആക്സാണ് ഉണ്ടാക്കുന്നത്. സോഡ് ഉണ്ടാക്കാറുണ്ട്, ബട്ട് ആക്സാണ് ഞാൻ എപ്പോഴും രണ്ടാമത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫൈനലായിട്ട് ഒരു സോഡും കൂടി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ബാക്കിയുള്ള സ്റ്റോൺ വെച്ച് നമുക്ക് ഒരു ഫർണസാണ് ഉണ്ടാക്കേണ്ടത്. കാരണം നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ഫർണസും വേണം. സോ ബാക്കി വന്ന സ്റ്റോൺ എടുത്ത് ഇവിടെ വെച്ചിട്ട് എന്തായാലും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ഇൻവെൻട്രി എപ്പോഴും ഫുൾ കംപ്ലീറ്റ് ഓവർഫ്ലോ ആയിട്ടിരിക്കും. സോ അതൊരു കറക്ഷൻ വരാൻ വേണ്ടി നമ്മൾ ഇൻവെൻട്രി മാനേജ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് പിക്ക് ചെയ്തിട്ട് ആ ഒരു സൈഡിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അങ്ങാട്ട് ഞാൻ അവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ സ്പോൺ, എൻ്റെ പുറകിലുള്ള ഇതാണ് സ്പോൺ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിലേക്ക് പോവാം. ഞാൻ എന്തായാലും കാണുകയാണ് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു ആട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ആടിനെയും കൊന്നു വന്നപ്പോൾ ഇവിടെ ലാവാപ്പൂൾ. അപ്പോൾ ഗൈസ്, ഈ ലാവാപ്പൂൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തായാലും നല്ല ഉപയോഗം ഉണ്ടാവും. ഇതെന്തെന്ന് അറിയാൻ മേലത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഗെയിമിൽ നെതറിൽ എൻ്റർ ചെയ്യാനായിട്ട് ഒബ്സിഡിയൻ വേണം. സോ ഒബ്സിഡിയനിൽ ലാവ അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് ലാവ എടുത്തുള്ള നല്ലതാണ് ഗൈസ്. ഞാൻ പിന്നെ ഒരു ഷീപ്പിനെ ഇവിടെ വന്ന് കൊന്നപ്പോൾ എനിക്ക് ഒരു വൂളും കിട്ടി. നമുക്ക് ബെഡ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് ഗൈസ് ഇവിടെ കുറച്ച് കോള് കാണുന്നത്. അപ്പോൾ കോള് നമുക്ക് സ്റ്റാർട്ടിങ് ബേസിൽ എന്തായാലും അത്യാവശ്യമാണ്. കാരണം നമുക്ക് ടോർച്ചസ് ഉണ്ടാക്കാനാണെങ്കിലും അങ്ങനെ എന്ത് സാധനം ഉണ്ടാക്കാനും കോള് അത്യാവശ്യമാണ്. സോ ഗൈസ്, ഞാൻ കുറച്ച് കോള് ഗ്രാബ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.
ഓക്കെ ഗൈസ്, ഞാനിവിടെ കോള് ഗ്രാബ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് നൈറ്റ് ആവുന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. പക്ഷെ നൈറ്റ് ആയാലും നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മുടെ ഈ ബെഡ് ഉണ്ടായിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ബെഡ് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു നല്ല സ്പോട്ട് നോക്കി പോവുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ജംഗിൾ ഇഷ്ടമല്ല. ഓ, ഇത് പ്ലെയിൻസ് അല്ലേ? യെസ് ഗൈസ്, ഞാൻ ഇവിടെ ഒരു പ്ലെയിൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ സെറ്റിലാണുള്ളൊരു അടിപൊളി സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്യാനുള്ള അച്ചീവ്മെൻറ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കാൻ പോകണം. അതിന് മുമ്പേ എൻ്റെ ഫുഡ് കുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ സ്കിപ്പ് ചെയ്യാനായിട്ട് സ്ലീപ്പ് ചെയ്യാൻ കിടന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്തായാലും ഇവിടെ നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. സോംബിയൊക്കെ വരുന്നു. ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാവാൻ വന്നേക്കാണ്. ചാവ്. ഓക്കെ, നമ്മുടെ സോംബി അടിച്ച് കൊന്നിട്ടുണ്ട്. സോ ഓക്കെ, നമ്മളെന്തായാലും വെച്ച ഫുഡ് കുക്കാൻ നമ്മൾ എടുത്തിട്ട് ഇനി നമുക്ക് നമ്മളെ സെക്കൻഡ് ടാസ്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോകണം. സോ അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാം. സോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ചിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു മലയുടെ സൈഡ് പോലെ ഒരു ക്ലിഫ് കാണുന്നത്. അവിടെ ഒരു കേവ് ആണെന്ന് നോക്കിയപ്പോൾ അല്ല. സോ ഇങ്ങോട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അതേ ഗൈസ്, നമ്മുടെ ഈ ഒരു സീരീസിലെ ഫസ്റ്റ് അയൺ ഗൈസ്. ഞാൻ ഈ ഒരു എപ്പിസോഡ് വളരെ സ്ലോ ആയിട്ട് കൊണ്ടുപോകാമെന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് മോജാങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഗൈസ്, എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ 2 അയൺ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. 2 ഈ ഒരു അയൺ പീസ് ഉണ്ട്. സോ ഞാൻ ഒരു പീസ് വെച്ച് ഒരേ ഒരു ഷീൽഡ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. മറ്റൊരു അയൺ കൈ ഇരുന്നോട്ടെ, അതെന്തായാലും യൂസ് ആവും. സോ ബാക്കി കോബിൾ സ്റ്റോൺ ഇവിടെ വെച്ചിട്ട് ഞാൻ മുന്നോട്ട് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഒരു കേവ് കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ കോപ്പറിൻ്റെ പണി നോക്കണം ഗൈസ്. ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ക്ലിഫിൽ നിന്ന് കയറി അകത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു കേവ് പോലെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് അതിനകത്തേക്ക് ചാടി. നൈസായിട്ട് നമ്മുടെ ഹെൽത്തും പകുതി കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ നമുക്ക് കിട്ടിയ 2 അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കാം. അടിയിൽ അവിടെ കുറച്ച് കോപ്പറും കോളും ഇരിപ്പുണ്ട്. നമുക്ക് അതെടുക്കാനായിട്ട് നമുക്ക് അടിയിലേക്ക് പോകേണ്ടി വരും. സോ ഞാൻ എന്തായാലും ഈ ഒരു അയൺ വെച്ചിട്ട് നമ്മുടെ ഗെയിമിലെ ഫസ്റ്റ് ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് അയൺ എടുത്തതിൻ്റെ അച്ചീവ്മെൻറ്റ് റെസിപ്പീസ് നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. സോ നമ്മുടെ ഗെയിമിലെ ഫസ്റ്റ് അയൺ വെച്ചുള്ള എക്യുപ്മെൻ്റാണിത്, ഒരു ഷീൽഡ്. സോ അത് ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടിയിലേക്കുള്ള കോൾ എടുക്കാൻ വന്ന് കഴിച്ച് ഇവിടെ കുറേ കോളുണ്ട്. സോ ഈ കോള് നല്ലപോലെ യൂസ് ആവും. അപ്പോൾ ഞാൻ എന്തായാലും കോൾ എടുക്കാം. അത് കിട്ടുന്നില്ല. ഞാൻ എന്തായാലും ഷീൽഡ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. സോ ഞാനിവിടെ കാണുന്ന കോളെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിനി കോപ്പറും കൂടിയാണ് ഗൈസ് വേണ്ടത്. സോ ഞാൻ ഇവിടെ ഇരിക്കുന്ന കോപ്പറും ബാക്കിയുള്ള എല്ലാ കോപ്പറും എടുത്തിട്ട് ഞാനിവിടെ സർഫസിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് 41 കോപ്പർ അവിടെ നിന്ന് കിട്ടി, 41 കോപ്പർ. സോ ഞാനിവിടെ വീണ്ടും എൻ്റെ ഒരു ടെമ്പററി സെറ്റപ്പ് റെഡിയാക്കിയാണ്. ഞാനിവിടെ നമ്മുടെ ബേസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനെ ബേസ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും നമ്മുടെ ക്യൂട്ട് ബേസ് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു ഐലൻഡ് ആണെന്നാണ് തോന്നുന്നത്. സോ ഞാൻ എന്തായാലും നമ്മുടെ 3rd അച്ചീവ്മെൻറ്റിനുള്ള വഴി നോക്കാം. നമ്മുടെ വീറ്റ് ഫാം, സിമ്പിളായിട്ടുള്ളൊരു വീറ്റ് ഫാം. സോ ഞാൻ എന്തായാലും ഈ ഒരു ഷുഗർ കെയിൻ ഇവിടെ നട്ട് വെക്കുകയാണ്. നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും നല്ല യൂസ് ഉണ്ടാവും. സോ ഗൈസ്, ഞാനിവിടെ എന്തായാലും സീഡ് നമ്മൾ കളക്ട് ചെയ്യാം ഗൈസ്. കുറേ നേരം ഞാൻ സീഡ് കളക്ട് ചെയ്ത് ആഫ്റ്റർ എ ലോങ് ടൈം ഗൈസ് നമ്മൾ വീണ്ടും സ്ലീപ്പ് ചെയ്യാൻ ഗൈസ്. എനിക്ക് ക്രീപ്പർ നടന്നു തന്നെ സൗണ്ട്. ഓടിക്കൂ. ഇപ്പോൾ ഡെഡായതിന് ഗൈസ്. നമ്മുടെ സീരീസിലെ ഫസ്റ്റ് ഡെത്ത് ഇപ്പോൾ ആയതിന് ജസ്റ്റ് മിസ് ചെയ്യാൻ ഹെഡ്ഫോൺ വെച്ച് കളിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു സൗണ്ട് വന്ന് ക്രീപ്പർ നമ്മൾ നടന്നു വരുന്ന സൗണ്ട് ഇല്ലേ, അത് ഞാൻ കേട്ടപ്പോഴാണ് ഞാൻ ലീവ് ബെഡ് ചാടി എണീറ്റത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് സീരീസിലെ ഫസ്റ്റ് ഡെഡ് തന്നെ ഇവിടെ ആയതിന്. ഗൈസ്, ഇവിടെ സോംബി നടന്നു പോടാ. ഓക്കെ ഗൈസ്, അവൻ ഡെഡ് ആവുന്നില്ലല്ലോ, ചാടാ ഗൈസ്. അവനെ നമ്മളെന്തായാലും കൊന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ റോട്ടൺ ഫ്ലഷും കളഞ്ഞിട്ട് നമ്മുടെ 3rd അച്ചീവ്മെൻറ്റിൻ്റെ പണി നോക്കാം. സോ ഇവിടെ കുറച്ചും കൂടി സ്മെൽറ്റ് ആവാനുണ്ട്, അത് സ്മെൽറ്റ് ആവട്ടെ. കുറച്ചും കൂടി കോൾ കൊടുക്കാം, കാരണം 26 ഇല്ലേ. സോ ഒരു 3 കോൾ ഇരിക്കട്ടെ. സോ ഗൈസ്, നമുക്കിനി നമ്മുടെ ബെഡും പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഒരു ഹോയും കൂടി ക്രാഫ്റ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയി ഗൈസ്.
ആ ഒരു ക്രീപ്പർ വന്ന എക്സ്പ്ലോഷന് അത് പോയി. സോ എനിക്കിനി വീണ്ടും ഒന്നും കൂടി ക്രാഫ്റ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ കയ്യിലാണ് വുഡില്ല, വുഡും നമുക്ക് വേണം. സോ ഞാനിവിടെ എന്തായാലും നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹോ വേണം. നമുക്ക് എന്തായാലും ഹോ സ്റ്റോൺ വെച്ച് തന്നെ കളക്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. സ്റ്റോണിൻ്റെ ഹോ ആയിരിക്കും നല്ലത്, കാരണം നമുക്ക് ബേസിക്കായിട്ട് ഇപ്പോൾ അത് മതി. സോ ഗൈസ് ഞാനൊരു ഹോ ഉണ്ടാക്കിയിട്ട് അവിടെ ഫാം ലാൻഡ് റെഡി ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ്. ഞാൻ എല്ലാം ഫാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ വീറ്റ് ഫാം ഇവിടെ നൈസായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ സിമ്പിൾ വീറ്റ് ഫാമാണ്. പിന്നെ എന്നെ സ്കെലട്ടൺ അടിച്ച് ഞാൻ അവിടെ ഇട്ടപ്പോൾ അവൻ്റെ ബോൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ച് നമ്മുടെ ഫസ്റ്റ് എവർ നമ്മുടെ ഫാമിൽ നിന്ന് നമ്മൾ വീറ്റ് എടുത്തിട്ടുണ്ട്. സോ ഗൈസ് നമ്മുടെ തേർഡ് അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ഈ ഒരു വീറ്റും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, വീറ്റ് ഫാം. സോ ഗൈസ് ഇനി നമ്മുടെ അച്ചീവ്മെൻ്റ് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡ് അച്ചീവ്മെൻ്റ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോപ്പർ ആർമറാണ്. സോ ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ കോപ്പർ ആർമർ ക്രാഫ്റ്റ് ചെയ്യാം. സോ അതിന് മുമ്പ് ഞാനൊരു ചെസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാനാണ്. സോ അതിനകത്ത് ഞാൻ എല്ലാം ഓർഗനൈസ് ചെയ്ത് ഗൈസ് നമ്മുടെ കോപ്പർ ആർമർ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഗൈസ് ഞാനെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കോപ്പറിൻ്റെ ആർമർ ഞാനിവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ കോപ്പർ ഇൻഗട്സ് വെച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കോപ്പറിൻ്റെ ടൂൾസ് ഉണ്ടാകുന്നില്ല, ആർമർ മാത്രമേ ഉള്ളൂ. സോ ഗൈസ് നമുക്ക് ബേസിക്കായിട്ട് ഇപ്പോൾ അത് മതി അയൺ കിട്ടുന്നത് വരെ. സോ ഗൈസ് ഞാൻ എന്തായാലും നമ്മുടെ കോപ്പറിൻ്റെ ഫസ്റ്റ് പീസായിട്ടുള്ള നമ്മുടെ ഹെൽമെറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. സോ ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. സോ ഗൈസ് നമ്മുടെ തേർഡ് അച്ചീവ്മെൻറ്റ് ആൻഡ് ഓൾ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കോപ്പർ ആർമർ കംപ്ലീറ്റ് ആക്കി, നമ്മുടെ സിമ്പിൾ വീറ്റ് ഫാം കംപ്ലീറ്റ് ആക്കി ഗൈസ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്യുന്ന ആദ്യത്തെ അച്ചീവ്മെൻറ്റ് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. സോ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഗോളെന്ന് വെച്ചാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ഗൈസ്. സോ നമ്മളെന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു വില്ലേജ് കണ്ടുപിടിക്കാനായിരിക്കും എന്നാണ് എൻ്റെ പ്ലാൻ. സോ നമുക്ക് എന്തായാലും ഗൈസ് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ അടുത്ത എപ്പിസോഡ് വരുന്നേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ്.